പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കോന്നി മല്ലശ്ശേരിയിലെ വീട്ടിലെത്തിച്ചു. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, നാടിനെ ഞെട്ടിച്ച അപകടമാണ്. 4 ജീവനുകൾ പൊലിഞ്ഞു. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കുന്നു. പൊതുദർശനമുണ്ടോ ശശി? അശ്വതി പറഞ്ഞ പോലെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും 4 പേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. അനുവിന്റെ വീട്ടിൽ പ്രധാനമായും അനുവിന്റെ പിതാവ് ജി പി ജോർജ്, നിഖിൽ എന്നിവരുടെ മൃതദേഹങ്ങളും, മത്തായിപ്പന്റെ വീട്ടിൽ അദ്ദേഹത്തിന് മാത്രം മൃതദേഹമാണ് കൊണ്ടുവരുന്നത്. 3 മൃതദേഹങ്ങൾ അനുവിന്റെ വീട്ടിലും മത്തായിപ്പന്റെ മത്തായിപ്പന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 12:30-ക്കാണ് മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകളൊക്കെ പൂങ്കാവ് സെന്റ് മേരി സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും 4 പേരുടെ മൃതദേഹങ്ങൾ രാവിലെ 6 മണിയോട് കൂടിയാണ് ഈ ഇടത്തട്ട സ്വകാര്യ മോർച്ചറിയിൽ നിന്നും പൂങ്കാവിലുള്ള ഈ 2 പേരുടെയും വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അനുവിന്റെ വീട്ടിലേക്ക് 3 മൃതദേഹങ്ങൾ, അനുവിന്റെ പിതാവ് ജി പി ജോർജ്, അതുപോലെ തന്നെ നിഖിൽ, അനു, ഈ 3 പേരുടെ മൃതദേഹങ്ങൾ അനുവിന്റെ വീട്ടിലേക്കും മത്തായിപ്പിന്റെ മൃതദേഹങ്ങൾ ഒരു മൃതദേഹം മാത്രമാണ് മത്തായിപ്പിന്റെ വീട്ടിലേക്കും പോയിട്ട്. എന്തായാലും ഇതിനുശേഷം അനുവിന്റെ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ, അനുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ മത്തായിപ്പന്റെ വീട്ടിലേക്ക് എത്തിക്കും. എന്തായാലും ഇപ്പോൾ 2 വീടുകളിലും ഈ മൃതദേഹങ്ങൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ സഭയിലുള്ളയും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഇവരുടെ മൃതദേഹങ്ങൾ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഈ വീടുകളിൽ എത്തുന്നത്. എന്നാലും ശോകമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും ശബരിമല തീർത്ഥാടന ബസ്സുമായി കൂട്ടിയിടിച്ച് കോന്നി മുറിഞ്ഞകല്ലിൽ വെച്ച് അപകടമുണ്ടാവുകയും 4 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനുവിന്റെയും നിഖിലിന്റെയും ഈ കഴിഞ്ഞ നവംബർ 30-നാണ് അവരുടെ വിവാഹം നടന്നത്. അതിനുശേഷം അവർ ഹണിമൂണിനായി മലേഷ്യയിൽ പോവുകയും അവർ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് ഈ അനുവിന്റെ പിതാവും അതുപോലെ തന്നെ നിഖിലിന്റെ പിതാവുമായ മത്തായിപ്പനും ബിജു പി ജോർജിനും തിരുവനന്തപുരത്ത് പോയി മടങ്ങി ഇവരെയും കൂട്ടി വരുന്ന സമയത്താണ് ഈ തീർത്ഥാടക വാഹനവുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിഖിലും മത്തായിപ്പനും ഒപ്പം ബിജു പി ജോർജും മരണപ്പെടുകയും അനു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന വഴിയാണ് മരണപ്പെട്ടത്. അങ്ങനെ 4 പേരും ഈ വലിയ അപകടത്തിൽ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് മൃതദേഹങ്ങൾ പത്തനംതിട്ട തന്നെ ഇന്ന് സ്വകാര്യ മോർച്ചറിയിലേക്ക് സൂക്ഷിച്ചത്. സംസ്കാര ചടങ്ങുകൾ പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക സുറിയാനി പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 12-നോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ 6 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ഇരുവരുടെയും വീടുകളിൽ എത്തിച്ചിരിക്കുന്നു. അനുവിന്റെ വീട്ടിൽ 3 മൃതദേഹങ്ങളും മത്തായിപ്പന്റെ, അതായത് ഈ നിഖിലിന്റെ വീട്ടിൽ മത്തായിപ്പന്റെ മൃതദേഹമാണ് കൊണ്ടുവരിക്കുന്നത്. എന്തായാലും അനുവിന്റെ വീട്ടിലെ അനുവിന്റെ പിതാവ് ജി പി ജോർജിന്റെയും അതുപോലെ തന്നെ നിഖിലിന്റെയും മൃതദേഹങ്ങൾ പ്രദർശന ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ മത്തായിപ്പന്റെ, അതായത് നിഖിലിന്റെ വീട്ടിൽ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെയും പ്രദർശന ചടങ്ങുകൾ ഉണ്ടാവും. എന്തായാലും ഒരു 8 മണി വരെയാണ് ഇത്തരമൊരു ക്രമീകരണം ഈ 2 വീട്ടിലും ഈ പൊതു ദർശന ചടങ്ങുകളും ശുശ്രൂഷകളും ഉള്ളത്. അതിനുശേഷം ഈ മൃതദേഹങ്ങൾ നേരെ പൂങ്കാവ് സെന്റ് മേരീസ് സംസ്കാര ചടങ്ങ് നടക്കുന്ന പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുവരും. അവിടെ 12 മണി വരെ ഈ ശുശ്രൂഷ ചടങ്ങുകളും പൊതുദർശന ചടങ്ങുകളും നടക്കും. 12 കൂടിയാണ് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. എന്തായാലും വേദനയോടുകൂടി വലിയ സങ്കടപ്പെട്ടവരാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. 2 കുടുംബവും തമ്മിൽ പരസ്പര ബന്ധമുള്ളവരാണ്. ഈ വിവാഹത്തിന് മുമ്പും അടുത്തടുത്ത കുടുംബങ്ങൾ 1 കിലോമീറ്റർ ദൂരം മാത്രമുള്ള 2 കുടുംബക്കാരും താമസിക്കുന്ന 2 വീട്ടുകാരും തമ്മിൽ താമസിക്കുന്ന ദൂരം വളരെ ദീർഘനാളത്തെ പരിചയമുള്ളവരാണ്. അതിന്റെ വിവാഹം നടന്നതിന് ശേഷം ഈ നവംബർ 30-നാണ് 10-20 ദിവസം മുന്നേ മാത്രം നടന്നൊരു വിവാഹം നടന്ന ആഘോഷത്തോടെ സന്തോഷത്തോടെ നടന്നൊരു വീട്ടിലേക്ക് ചേതനയിട്ട ശരീരം എത്തിക്കുന്നു. ഇന്ന് അത്തരത്തിലൊരു ദുഃഖകരമായൊരു അന്തരീക്ഷത്തിലാണ് ആ 2 കുടുംബത്തിലെ ആളുകളും സഭാവിശ്വാസികളും ഒക്കെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് സങ്കട കാഴ്ചയായി മാറുകയാണ്. എന്തായാലും ഒരു 12 മണിയോടുകൂടി തന്നെ 12:30 തന്നെ സംസ്കാര ചടങ്ങ് നടക്കും. എന്തായാലും പള്ളിയിലെ സഭാ ഭാരവാഹികള്, വൈദികര് ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂങ്കാവ് പള്ളിയിലും ക്രമീകരിച്ചിട്ടുണ്ട്. സമയത്തിനും തന്നെ ഈ വീടുകളിൽ നിന്ന് മൃതദേഹങ്ങള് ഈ പൂങ്കാവ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും പൊതുദർശന ചടങ്ങുകൾ കൂടുതൽ സമയം വെക്കുക. അവിടെ നിരവധി ആളുകൾ എത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ക്രമീകരണം പൂങ്കാവിൽ ശ്രമിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ ആളുകൾ വീട്ടിലെത്തിയാൽ അവർക്ക് കാണാനും അവരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനും കഴിയാതെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിലെ ഓഡിറ്റോറിയത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ
മൃതദേഹങ്ങൾ പൊതുദർശനം വെക്കും. അവിടെ വെച്ചായിരിക്കും നാട്ടിലെ അതുപോലെ തന്നെ പ്രമുഖരായ ആളുകളെല്ലാം തന്നെ എത്തുകയും മരിച്ചവർക്ക് അന്തിമ ഉപചാരം അർപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. അല്പസമയത്തിനും അതായത് ഈ ഒരു 7:30 കൂടിയൊക്കെ തന്നെ 7:08 കൂടി തന്നെ വീട്ടിൽ നിന്ന് രണ്ടുപേരുടെയും വീട്ടിലെ മൃതദേഹങ്ങൾ വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ കഴിഞ്ഞ 4 പേരുടെയും മൃതദേഹങ്ങൾ, അതായത് അനുവിന്റെയും ബിജെപി ജോർജിന്റെയും നിഖിലിന്റെയും ഒപ്പം മത്തായിപ്പിന്റെ മൃതദേഹങ്ങൾ 2 വീടുകളിൽ നിന്നും അവിടുത്തെ വീട്ടിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം നേരെ പള്ളിയിലേക്ക് കൊണ്ടുവരും. 8 മണിക്കാണ് പൂങ്കാവിലെ കഴിയാനുള്ളത്. വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. കാരണം നാട്ടുകാരെ സംബന്ധിച്ച് ഈ കുടുംബം രണ്ടും വലിയ അടുപ്പമുള്ള ആളുകളായിരുന്നു, സൗഹൃദമുള്ള ആളുകളായിരുന്നു. വളരെ നാട്ടുകാരും ഇടവകയൊക്കെ വളരെ ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അവരുടെ വേർപാട് നാട്ടുകാരെ സംബന്ധിച്ച് ദുഃഖമാണ്. കാരണം അപ്രത്യക്ഷമായ ഒരു വേർപാട്. അത് നവംബർ 30 വിവാഹം കഴിയുന്നു. അതിനുശേഷം ഇവര് നിഖിലും അനുവും മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോകുന്നു. തിരിച്ചൊരു 10-20 ദിവസത്തെ ജീവിതം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ വിയോഗം നാട്ടുകാരെ സംബന്ധിച്ചും സുഹൃത്തുക്കളെ സംബന്ധിച്ചും ബന്ധുക്കളെ സംബന്ധിച്ചും ഒക്കെ താങ്ങാനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം വീട്ടിലെത്തിയപ്പോൾ തന്നെ വളരെ വിതുമ്പലോട് കൂടിയാണ് കുടുംബത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ, ബന്ധുക്കൾ ഒക്കെ അന്തിമ ഉപചാരം അർപ്പിക്കുന്നത്. അത്തരം കാഴ്ചകൾ വേദനാജനകമാണ് രാവിലെ തന്നെ നമ്മൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ശശി, അന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ വളരെ നേരത്തെ ആ വാർത്ത നമ്മൾ അറിയുമ്പോൾ അത്രയും വേദന നമുക്ക് ആ സമയത്തും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചതെന്ന് ആദ്യം വാർത്ത വരുന്നു. പിന്നീട് ഈ അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, മധുവിധ യാത്ര കഴിഞ്ഞു വരുമ്പോഴാണ് എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത്രത്തോളം ദുഃഖം ഓരോരുത്തർക്കും, അവരെ അറിയാത്തവർക്ക് പോലും വലിയ ദുഃഖമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപകടങ്ങളുടെ ഒരു വലിയ വാർത്ത വന്നുകൊണ്ടിരുന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. ഈ അപകടവും അങ്ങനെ എത്തിയതാണ്. ആ വാർത്ത നമ്മൾ കേട്ടതാണ്. എന്താണ് ഇതിന് കാരണം? ആരാണ് വണ്ടി ഓടിച്ചിരുന്നത്? ആദ്യം പ്രാഥമിക നിഗമനത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്ന രീതിയിലായിരുന്നല്ലോ പോലീസ് എത്തിയിരുന്നത്. ഈ ഒരു അവസാന സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ അപകട കാരണം എന്നത് സംബന്ധിച്ച്? അശ്വതി, അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി ഉറങ്ങിയതാവാമെന്ന് തന്നെയാണ് നിഗമനം. കാരണം വലിയ റോഡിന്റെ സിഗ്നലുകളും മറ്റു കാര്യങ്ങളും അത്തരം കാര്യങ്ങളിലൊക്കെ കുഴപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ മൂവാറ്റുപുഴ റോഡ് അടുത്തിടെയാണ് നവീകരിച്ചത്. ആ റോഡിലേക്കുള്ള വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തോന്നി മുറിഞ്ഞകല്ല് ഭാഗങ്ങളിലെല്ലാം അപകടങ്ങൾ തുടർച്ചയാവുന്ന ഒരു സാഹചര്യം. ഈ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു, മറ്റു ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ഈ മരണമുണ്ടായ ദിവസം തന്നെ ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് അപകടമുണ്ടായ ആ ദിവസം തന്നെ ഒരു ടിപ്പർ ലോറി പുറകിലോട്ടെടുത്തൊരു മധ്യവയസ്കൻ മരിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അതേ സ്ഥലത്ത് തന്നെ ഒരു ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് നിയന്ത്രണപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവാവ് മരിക്കുന്നു. അങ്ങനെ അടുപ്പിച്ച് അപകടങ്ങൾ നടക്കുന്ന ഒരു ഭാഗമാണ്. അത് പലപ്പോഴും ഈ റോഡ് നവീകരിച്ച് നല്ല വൃത്തിയായി നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ അമിതമായ വേഗത, അതായത് പെട്ടെന്ന് വാഹനങ്ങളുടെ വേഗതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഒക്കെയാണ് അപകടത്തിന് കാരണം. പക്ഷെ ഇത് നേരെ കുറച്ച് അനുവിനെയും അതുപോലെ തന്നെ നിഖിലിനെയും തിരുവനന്തപുരത്ത് പോയി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ബിജെപി ജോർജും അനുവിന്റെയും നിഖിലിന്റെയും പിതാക്കന്മാരായ മത്തായിപ്പനും ഒപ്പം ബിജെപി ജോറും തിരുവനന്തപുരത്ത് പോയി ഇവരെ കൂട്ടിക്കൊണ്ട് മടങ്ങി വരുന്ന സമയം പുലർച്ചെ 4 മണിയാണ്. സ്വാഭാവിക യാത്രാക്ഷീണം ഉണ്ടാവാം. ബിജെപി ജോർജാണ് വാഹനം ഓടിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ വരുന്ന സമയത്ത് ഒരുപക്ഷെ ക്ഷീണം കൊണ്ട് ഒരുപക്ഷെ ഉറങ്ങിയതാവും. അത്തരം സാഹചര്യത്തിൽ ആണ് ഈ ശബരിമല തീർത്ഥാടന ബസ്സുമായി ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ശബരിമല തീർത്ഥാടന ബസ്സുമായി കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഉണ്ടായും. സംഭവ സ്ഥലത്ത് തന്നെ രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവർ മരിക്കുന്ന ഒരു സാഹചര്യം. അതിന് പ്രധാനമായും ഈ കാറിന് മറ്റേ എയർ ബാഗ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാറായിരുന്നു. അത്തരം കാര്യങ്ങളുണ്ട്. ഒരു ആക്സിഡന്റ് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടിയിലാഘാതത്തിൽ 3 പേര് സംഭവ സ്ഥലത്ത് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മത്തായിപ്പനും ബിജെപി ജോർജും നിഖിലും സംഭവ സ്ഥലത്തും അനുവിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയെ കൊണ്ടുപോകുന്ന സമയത്തുമാണ് മരിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിലെ 2 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു ആക്സിഡന്റോടുകൂടി പെട്ടെന്ന് ഇല്ലാതാകുന്നത് നാട്ടുകാരെ സംബന്ധിച്ചും കുടുംബക്കാരെ സംബന്ധിച്ചും ഒരു സങ്കട കാഴ്ചയായി മാറുകയാണ്. അന്ന് തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത പൂർണിയിലെ മല്ലശ്ശേരിയിലെ വട്ടക്കുളഞ്ഞിലെ വീട്ടിലെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞത്. ഏതായാലും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ 12 മണിയോടുകൂടി നടക്കും. സഭയിലെ വൈദികന്മാര് അടക്കമുള്ള ആളുകൾ, ഭാരവാഹികള്, ബന്ധുക്കൾ,
ഒക്കെ നിരവധി ആളുകൾ ഈ മരണപ്പെട്ടവർക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ കോന്നിയിലെ മല്ലശ്ശേരി വീട്ടിൽ 2 വീടുകളിലും മത്തായിപ്പന്റെ വീട്ടിലും ഒപ്പം ബിനി പി ജോർജിന്റെ വീട്ടിലും ഈ മൃതദേഹങ്ങൾ അന്തിമ ഉപചാരം അർപ്പിക്കാൻ കൂടെ സഹപ്രവർത്തകര്, സഭാവിശ്വാസികള്, അനുവിനൊപ്പം പഠിച്ചവര്, നിഖിലിന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ ഒട്ടനവധി പേര് എത്തുന്ന ഒരു കാഴ്ച രാവിലെ ഉണ്ട്. സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.